എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന സത്യം രാജീവ് മനസ്സിലാക്കി കഴിഞ്ഞു. ഗോകുലിനോട് രാജീവ് ഏത് നിമിഷവും അത് പറയും. ഇത്രയും നാൾ എന്നെ സംരക്ഷിച്ച ഗോകുലിനോട് എനിക്ക് നീതിയോട് കാണിക്കാൻ വയ്യ. മറ്റാരെങ്കിലും ഗോകുലിനോടത് പറയുന്നതിന് മുമ്പ് എന്നിൽ നിന്ന് തന്നെ ഗോകുൽ അത് അറിയണം. എന്താ അമ്മേ, എന്തു പറ്റി? അർച്ചന പോയതിനേക്കാൾ സങ്കടം എനിക്കിപ്പോ ഇവന്റെ കാര്യത്തില്. ഇങ്ങനെ പോയ ഇവന്റെ അവസ്ഥ എന്തായി തീരും? അമ്മേ, അർച്ചന എന്നൊരൊറ്റ ഭ്രാന്തില അവരിപ്പോഴും ജീവിക്കുന്നത്. എന്റെ ഈശ്വര, അവന്റെ ജീവിതം ഇങ്ങനെ തന്നെ അങ്ങ് അവസാനിക്കുമല്ലോ. അമ്മ ഇതുവരെ വന്നില്ലല്ലോ അച്ഛാ. മോൾ ഇറങ്ങുന്നതിന് മുമ്പ് അമ്മ വരുവടാ. മോളെ ടിഫിൻ ബോക്സ്. ഇതാ മോളെ. ആ, വാ. എന്താടോ എന്തുപറ്റി? താണെന്താകെ വല്ലാതിരിക്കുന്നേ? എന്താടോ പ്രശ്നം? അത് പിന്നെ മോളെ സ്കൂളിൽ വിടാനായിട്ട് ലേറ്റ് ആയെന്ന് കരുതി പെട്ടെന്ന് ഓടി വന്നപ്പോ അമ്മ ചമ്മിപ്പോയേ. എന്നെ ഇന്ന് അച്ഛനാ ഒരുക്കിയത്. ദേ എന്റെ മുടി കണ്ടോ? എങ്ങനെയുണ്ട്? അച്ഛൻ പിന്നിക്കെട്ടി തന്നതാ. കൊള്ളാം, നന്നായിട്ടുണ്ട്. താൻ വല്ലാതെ വെയിലുണ്ടെന്ന് തോന്നുന്നല്ലോ. മുഖമൊക്കെ ആകെ വാടിയിരിക്കുന്നു. അർച്ചന, ഓ എടോ, തനിക്കെന്തെങ്കിലും വയ്യായി കൊണ്ട് പറ, ഹോസ്പിറ്റലിൽ പോവാം നമുക്ക്. അതൊന്നും വേണ്ട, എനിക്ക് അങ്ങനെ വലിയ ക്ഷീണമൊന്നുമില്ല. വെയിൽ കൊണ്ടതിൻ്റെ ആയിരിക്കും. രാവിലെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയല്ലേ അമ്പലത്തിലേക്ക് പോയത്? അതിന്റെ ക്ഷീണമായിരിക്കും അല്ലേ സമൃദ്ധേ? അതെ, വല്ലാത്ത ക്ഷീണമുണ്ട്. ഇനി നിന്ന് ലേറ്റ് ആക്കണ്ട. നീ മോളെ കൊണ്ട് സ്കൂളിൽ പോവാൻ നോക്ക്. മോളെ, അമ്മയുടെ ടാറ്റ പറ. അമ്മേ ടാറ്റാ. ടാറ്റ. എന്താടോ, താൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ പോയിട്ട് വാ. പോയിട്ട് വാളിയാ. ഇവിടെ ഞാനും അമ്മയും ശിശിരയൊക്കെ ഉണ്ടല്ലോ. ശിശിരേ, കുറച്ച് വെള്ളം എടുത്തുണ്ടോ?
ഓക്കെ അല്ലേ താൻ? എന്റെ അളിയ, സമൃദ്ധ കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോ ക്ഷീണമൊക്കെ മാറിക്കോളും. അല്ലേ സമൃദ്ധ? ശരി, എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. വാ. ബൈ അങ്കിൾ. ടാറ്റാ. മോള് പോയി വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വാ, അമ്മ കഴിക്കാൻ എടുക്കാം. ദാ വെള്ളം കുടിക്ക്. ഓടി വന്ന ക്ഷീണമൊക്കെ മാറട്ടെ. കുടിക്ക്, ക്ഷീണം മാറണ്ടേ? ഇതിൽ ഞാൻ അറിയാത്ത എന്തോ ഉണ്ട്. അവൾ ആകെ വെപ്രാളപ്പെട്ടിരിക്കുന്നു. അവളുടെ കൂടെ തന്നെ രാജീവേട്ടനും വന്നു. ഇത് ഞാൻ കണ്ടുപിടിക്കും. അർച്ചന, ഓ, ദാ വെള്ളം കുടിക്ക്. ഓടി വന്ന ക്ഷീണമൊക്കെ മാറട്ടെ. രാജീവിന്റെ ഒരു വാക്കിൽ എല്ലാം തകരും. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന സത്യം രാജീവ് മനസ്സിലാക്കി കഴിഞ്ഞു. ഗോകുലിനോട് രാജീവ് ഏത് നിമിഷവും അത് പറയും. ഇത്രയും നാൾ എന്നെ സംരക്ഷിച്ച ഗോകുലിനോട് എനിക്ക് നീതിയോട് കാണിക്കാൻ വയ്യ. മറ്റാരെങ്കിലും ഗോകുലിനോടത് പറയുന്നതിന് മുമ്പ് എന്നിൽ നിന്ന് തന്നെ ഗോകുൽ അത് അറിയണം. ഓർമ്മ തിരിച്ചു കിട്ടിയ കാര്യം പറയാതിരുന്നത് ചതിയാണെന്ന് ഗോകുൽ പറയുമായിരിക്കും. ചിലപ്പോൾ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമായിരിക്കും. എന്നാലും എൻ്റെ സച്ചിൻ്റെ സുരക്ഷിതത്വം അതാണ് എനിക്ക് ഏറ്റവും വലുത്. സമൃദ്ധേ, സമൃദ്ധേ,